ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു നിമിഷമെങ്കിലും രേവതിനെ കുറ്റപ്പെടുത്തിയില്ല എങ്കിൽ ഒരു സമാധാനം ഇല്ലല്ലേ. അതേപോലെ തന്നെയാണ് ഉദ്ഘാടന വേളയിൽ വരുന്ന സമയത്ത് രേവതിയുടെ വീട്ടുകാരെ പറ്റി വളരെ മോശമായ രീതിയിൽ തന്നെ ചന്ദ്ര പെരുമാറുമ്പോൾ രേവതിക്ക് വളരെയധികം സങ്കടമാവുന്നുണ്ട്. രേവതി സങ്കടപ്പെട്ട് നിൽക്കുന്ന അതേ സമയം തന്നെയാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. വന്നിട്ട് പറയുന്നത് അവിടെ ചടങ്ങുകൾ തുടങ്ങാറായി, വേഗം വായെന്ന് പറയുമ്പോഴത്തേക്കും രേവതിയുടെ മുഖം മാടിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി രേവതി എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും രേവതി ഒന്നുമില്ല എന്ന് മറുപടി പറയുകയാണല്ലേ. എന്നിരുന്നാലും എന്തൊക്കെയോ സങ്കടങ്ങൾ രേവതിക്ക് ഉണ്ടെന്ന് സച്ചിക്ക് മനസ്സിലായി എങ്കിലും ചടങ്ങുകൾ കാണാനായിട്ട് നമ്മുടെ രേവതിയെ കൂട്ടിക്കൊണ്ട് സച്ചി പോവുകയാണ്. അങ്ങനെ വളരെയധികം മനോഹരമായി തന്നെ ശ്രുതി നിലവിളക്കിൻ്റെ തിരിയൊക്കെ കൊളുത്തിക്കൊണ്ട് തന്നെ ഉദ്ഘാടനം പൂർണ്ണമായും പൂർത്തീകരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെയാണ് ഷോപ്പിൻ്റെ ഓണർ വന്നിട്ട് പറയുന്നുണ്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ശ്രുതി ഇതായെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ എല്ലാം ആൻറ്റിയാണ്, ആൻറ്റിയുടെ കൈകളിലായിട്ട് കൊടുത്തോളാനായിട്ട് ശ്രുതി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ചന്ദ്ര വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെയാണ് ഡോക്യുമെൻറ്റ്സ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. എന്നിട്ട് ശ്രുതിയുടെ കൈകളിലേക്ക് കൊടുക്കുന്ന സമയത്ത് ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശ്രുതി വന്നിട്ട് അച്ഛമ്മയുടെയും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹം മേടിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ സച്ചിയോടായിട്ട് ഷോപ്പിൻ്റെ ഓണർ വന്നിട്ട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയം സച്ചി പറയുകയാണ് ആദ്യമായിട്ടാണ് ഞാനൊരു കാര്യം ചെയ്തിട്ട് ഒരാൾ എന്നോട് നന്ദി പറയുന്നത്. ഏത് സമയത്ത് എനിക്ക് അവഗണനയും കുറ്റപ്പെടുത്തലും മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇദ്ദേഹം വേഗം തന്നെ സച്ചിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ എന്തായാലും നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് എൻ്റെ ഷോപ്പ് നല്ല കരങ്ങളിൽ തന്നെയാണ് കൊടുക്കാൻ സാധിച്ചത്, എനിക്ക് വളരെയധികം സന്തോഷമായി സച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ കെട്ടിപ്പിടിക്കുന്ന കാണുമ്പോൾ മാറി നിന്നുകൊണ്ട് എൻ്റെ ചന്ദ്ര കാണുവാനുണ്ട്. ചന്ദ്രയ്ക്ക് ഇതൊന്നും തന്നെ തീരെ പിടിക്കുന്നൊക്കെ ഒന്നുമില്ലേ. പിന്നീട് കാണിക്കുന്ന ഒരു പുതിയ ഷോപ്പായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ മേടിക്കേണ്ട സച്ചിയുടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയും കൂട്ടിക്കൊണ്ട് മേടിക്കാൻ പോവുകയാണ്. ഇതേ സമയം തന്നെയാണ് നമ്മുടെ മഹിമ ഓരോരോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കുന്ന കാണുമ്പോൾ തന്നെ ഭാമ പറയുന്നുണ്ട് നീ പറഞ്ഞില്ല എന്തോ വലിയ കാര്യങ്ങളൊക്കെ മേടിക്കുമെന്ന്. വെറുതെ മഹിമ ഓരോരോ സാധനങ്ങളൊക്കെ നോക്കി നടക്കുകയാണെന്ന് പറയുമ്പോൾ അവൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ മേടിക്കാതിരിക്കില്ല ഭാമേ, അവൾ എന്തായാലും ഒരു 1.5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മേടിക്കുമെന്നൊക്കെ ചന്ദ്ര പറയും കേട്ടോ. ഈ ഒരു സമയം തന്നെ മഹിമയുടെ അടുത്തേക്കായിട്ട് ശ്രുതി ചെല്ലുന്നത്. ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ പഴയ മോഡൽ എ സി ഉണ്ട്, ഇതല്ലേ പുതിയ മോഡൽ എ സി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാൻ്റെ ഒരു 1.5 ലക്ഷം രൂപയുടെ പുതിയ മോഡൽ എ സി അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ അത് തന്നെ ആവട്ടെ ആദ്യം തന്നെ നമുക്ക് അത് മേടിക്കാമെന്ന് മഹിമ പറയുമ്പോഴത്തേക്കും മാറി നിന്ന് നമ്മുടെ ചന്ദ്രയും ഭാമയുടെ കേൾക്കുകയാണ്. ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഉടനെ തന്നെ ഭാമ പറയുന്നത് നീ കൃത്യമായ രീതിയിൽ തന്നെയാണ് ചന്ദ്ര കാര്യങ്ങൾ നീക്കിയത്, അവൾ 1.5 ലക്ഷം രൂപയുടെ എ സി ആണ് മേടിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്കിതെല്ലാം അറിയാമായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ഇവളെ മുൻകൂട്ടി തന്നെ വിളിച്ചത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ രേവതിയായിട്ട് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു മിക്സി മേടിക്കുന്നുണ്ട്. അത് മേടിക്കുന്ന സമയത്ത് സച്ചിയോട് പറയുന്നുണ്ട് സച്ചിയുടെ വീട്ടിലെ മിക്സി കേടാണ്, നമുക്ക് ഈ ഒരു മിക്സി തന്നെ മേടിക്കാം, ഇവിടെയുള്ള മിക്സികൾക്കൊക്കെ എന്താ റേറ്റ്, എന്തായാലും തമ്മിൽ ഭേദമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുവിധം റേറ്റ് കുറഞ്ഞിരിക്കുന്ന ഈ ഒരു മിക്സിയാണ്, നമുക്ക് ഇത് തന്നെ മേടിച്ച് എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി ബില്ലടിക്കാൻ ചെല്ലുന്ന സമയത്ത് ചന്ദ്ര അവിടെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് 5000 രൂപയുടെ മിക്സി മേടിച്ചോടാണ് നീ വന്നിരിക്കുന്നത്, മഹിമയുടെ 1.5 ലക്ഷം രൂപയുടെ പർച്ചേസിംഗ് ആണ് അവിടെ നടത്തിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യമേ ബില്ലടിക്കേണ്ടത് മഹിമയാണെന്ന് പറയുമ്പം 1.5 ലക്ഷം രൂപയുടെ മിക്സി ഞങ്ങൾ മേടിക്കണമെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതിന് 1.5 ലക്ഷം രൂപ പോയിട്ട് 10000 രൂപ പോലും നിൻ്റെ കയ്യിലെടുക്കാനില്ല പറഞ്ഞിട്ട് സച്ചിയും രേവതി വളരെ മോശമായ രീതിയിൽ തന്നെ ചന്ദ്ര കുറ്റപ്പെടുത്തുന്ന സമയത്ത് രവി തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര പറയുന്നുണ്ട് ആദ്യത്തെ കൈനീട്ടം എന്നത് മഹിമയുടെ കൈ കൊണ്ട് തന്നെ വേണമെന്ന് വാശി പിടിക്കുക കേട്ടോ. അങ്ങനെ മഹിമയെയും കൂട്ടിക്കൊണ്ട് ശ്രുതി വരുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി 1.5 ലക്ഷം രൂപയുടെയാണ് ആൻറ്റി പർച്ചേസ് ചെയ്തിരിക്കുന്നത്, എത്രയും വേഗം ബില്ല് കൊടുക്കാൻ പറയുമ്പോഴത്തേക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ തന്നെയാണ് ശ്രുതിയും കൂടി ഒരു ബില്ല് കൊടുക്കുന്നത് കേട്ടോ. ഇതേ സമയം തന്നെ സച്ചി രേവതിയായിട്ട് പറയുന്നത് നീ ഇത് നിനക്ക് സങ്കടമായോ, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് കുഴപ്പമില്ല സച്ചിയേട്ടാ, ഞാൻ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഇത് കേൾക്കുന്നത്, എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവരും തിരക്ക് കഴിയട്ടെ എന്നൊക്കെ രേവതി പറയുകയാണ്. അപ്പോൾ രേവതിയെ കുറ്റപ്പെടുത്തിയുള്ള ചന്ദ്രയുടെ വാക്കുകളും സച്ചി രേവതി സംസാരിക്കുന്നതെല്ലാം തന്നെ അച്ഛമ്മ മാറി നിന്ന് കേൾക്കുകയാണ്. അച്ഛമ്മയ്ക്ക് വളരെയധികം സങ്കടമാവുന്നുണ്ട്. വേഗം അച്ഛമ്മ പറയുന്നത് രേവതി മോളെ നീ വേഗം വാ, നമുക്ക് ബില്ലടിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട അച്ഛമ്മേ, അവരുടെ തിരക്കൊക്കെ മാറട്ടെ എന്ന് നമ്മുടെ രേവതി പറയുന്നുണ്ട്. തിരക്ക് മാറൊന്നും വേണ്ട, നീ വേഗം വായെന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ രേവതിയും കൂട്ടിക്കൊണ്ട് ബില്ലടിക്കാൻ ചെല്ലുന്ന സമയത്ത് ശ്രുതി വേഗം പറയുകയാണ് വർഷ എന്ത് മേടിച്ചിട്ടുണ്ട് അച്ഛമ്മേ, വർഷവരും കൂടി ബില്ലടിച്ച് കൊടുക്കട്ടെ എന്നിട്ടാവും ബാക്കിയുള്ളവരുടെ എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, നീ രേവതി മോളുടെ ബില്ലടിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മയുടെ നിർബന്ധപ്രകാരം തന്നെ രേവതിക്കായിട്ട് ബില്ലടിച്ച് കൊടുക്കാണ്ട്. ഈ ഒരു സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട് ഇതായിരിക്കണം നിൻ്റെ ആദ്യത്തെ കൈനീട്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ് നീ മേടിക്കേണ്ടത്, രേവതി മോളുടെ കയ്യിൽ നിന്ന് വെച്ചാൽ പുണ്യം ചെയ്ത കൈകളാണ്, ഏത് സമയത്തും ദൈവങ്ങൾക്ക് വേണ്ടി പൂമാല കെട്ടിക്കൊടുക്കുന്ന ഇവളുടെ കൈയാണ്, അതുകൊണ്ട് അതിൻ്റേതായ ഭാഗ്യവും ഐശ്വര്യവും എല്ലാം തന്നെ ഇവളുടെ കൈകൾക്ക് ഉണ്ടാകുമെന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ പറയുന്നത് നമ്മുടെ ശ്രുതിക്കും ചന്ദ്രയ്ക്കും തീരെ പിടിക്കുന്നില്ല കേട്ടോ. വളരെയധികം ദേഷ്യത്തോടും അതുപോലെ തന്നെ ഒരു വെറുപ്പോടും കൂടിയിട്ടാണ് രേവതിക്കായിട്ട് ഇവർ ബില്ല് കൊടുക്കുന്നത്. അതിനുശേഷം വളരെയധികം ദേഷ്യത്തോട് തന്നെ അച്ഛമ്മ ചന്ദ്രയോട് പറഞ്ഞ് ചന്ദ്ര നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോട് കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ചന്ദ്രയ്ക്ക് കണക്കിന് തന്നെ
കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ രേവതി മോളെ കുറ്റപ്പെടുത്തി സംസാരിക്കണേ, പഴയ കലാവധിയായിട്ട് ഞാൻ തിരികെ വരും, എന്നെ വീണ്ടും വരുത്തിക്കാൻ ശ്രമിക്കരുത്, എനിക്ക് അവിടെ തിരക്കായതുകൊണ്ട് മാത്രമാണ് ഞാൻ നാട്ടിലേക്ക് തിരികെ പോകുന്നത്. ചന്ദ്രൻ, നിനക്ക് എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ. അവളെ പോലെ ഒരു ഐശ്വര്യമുള്ള പെൺകുട്ടിയെ കിട്ടണമെങ്കിൽ നീ ഭാഗ്യം ചെയ്യണം. നീ ഇപ്പോൾ തലയിലേറ്റി വെച്ചിരിക്കുന്ന എൻ്റെ മോനും മരുമോളൊക്കെ ഉണ്ടല്ലോ, അവർ തള്ളിക്കളയുന്നൊരു കാലം നിനക്കായി കാത്തിരിക്കുന്നുണ്ട് ചന്ദ്രൻ, നീ സൂക്ഷിച്ചോളാനൊക്കെ അച്ഛമ്മ ചന്ദ്രനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പോകുന്നതിന് മുന്നേ തന്നെ കലാവധി അമ്മ ഒന്നുകൂടി പറയുന്നുണ്ട്, നീ രേവതി മോളെ വേദനിപ്പിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനൊരു വരവ് വരും, അത് നിനക്ക് താങ്ങാനാവുന്നതിൽ അപ്പുറമായിരിക്കും ചന്ദ്ര എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കലാവധി അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ആ ഷോപ്പിൻ്റെ ഓണർ സുധിയോടായിട്ട് പഴയ കുറച്ച് സ്റ്റാഫിനെ പരിചയപ്പെടുത്തി ഇവരൊന്നും പിരിച്ചുവിടരുത്, ഇവർ മൂലം സുധിക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാൽ സുധി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ സ്റ്റാഫിനെ വീണ്ടും വിളിച്ചു വരുത്താണ്. ഈ ഒരു സമയത്ത് ഇവർ ചോദിക്കുന്നത്, എന്താ സാർ ഞങ്ങൾക്ക് ബോണസ് തരാനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ബോണസ് ഒന്നും തരാനല്ല, നിങ്ങളെല്ലാവരും പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്, സാറിൻ്റെ സാർ വേഗം നിങ്ങൾ പിരിച്ചു വിട്ടു എന്ന് പറയുന്നത്, ഞങ്ങളുടെ കൂടെ ഒരു കൈകൊണ്ടാണ് ഈ ഷോപ്പ് ഇത്രയും ഡെവലപ്പായത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, നിങ്ങളുടെ കൈകൾക്ക് എന്തായാലും 60 വയസ്സ് കഴിഞ്ഞ് കാണല്ലേ, എനിക്ക് വേണ്ടത് പഴയ കാല രക്തമല്ല, നല്ല തിളയ്ക്കുന്ന ഇപ്പോഴത്തെ ചോരയാണ് വേണ്ടത്, ഞാൻ അതിനുവേണ്ടി സ്റ്റാഫിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ സ്റ്റാഫിനെ ഇവർക്കായി പരിചയപ്പെടുത്തുകയുണ്ട്. ഇവർക്കെല്ലാവർക്കും, അതായത് പഴയ സ്റ്റാഫിന് എല്ലാവർക്കും ഭയങ്കര തന്നെ സങ്കടമാകുന്നുണ്ട്, ഒരൊറ്റ നിമിഷം കൊണ്ടാണ് തങ്ങളുടെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ മാറി നിന്ന് കണ്ടുകൊണ്ട് ശ്രുതി കാണും. ശ്രുതിക്ക് ഒരേ മൈൻഡാണല്ലോ, തൻ്റെ വഴി ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ആരെ കൊന്നിട്ടായാലും രണ്ടുപേരും മുന്നോട്ട് പോകൂലേ, അതേ ഒരു മൈൻഡിൽ തന്നെ നിൽക്കുകയാണ് ശ്രുതി. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.